നമസ്കാരം. സി ന്യൂസ് ലൈവ് വത്തിക്കാൻ നോട്ടീസിലേക്ക് സ്വാഗതം. ഞാൻ സിസിലി ജോൺ. പ്രധാന വാർത്തകൾ. അത്ഭുത പ്രതിഭാസങ്ങളുടെ ആധികാരികതയെക്കുറിച്ചുള്ള പഠനത്തിന് വത്തിക്കാന്റെ പുതിയ മാർഗരേഖ. രേഖ പ്രകാശനം ചെയ്തത് വിശ്വാസ കാര്യാലയ അധ്യക്ഷൻ കർദിനാൾ വിക്ടർ മാനുവൽ ഫെർണാണ്ടസ്. 2025 ജൂബിലി വർഷത്തെക്കുറിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനവുമായി ഫ്രാൻസിസ് മാർപ്പാപ്പ. പ്രമേയം പ്രത്യാശ നിരാശരാക്കുന്നില്ല എന്നതും. ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ച ആദ്യ ലോക ശിശുദിനം മെയ് 25, 26 തീയതികളിൽ. ലോക ശിശുദിനം പ്രഖ്യാപിച്ചത് ഒരു കുഞ്ഞുമിടുക്കന്റെ ആവശ്യപ്രകാരം. പാപ്പയോടൊപ്പം വേദി പങ്കിടാൻ ഇറ്റലിയിലെ പ്രമുഖരും. ലക്സംബർഗും ബെൽജിയവും സന്ദർശിക്കാൻ ഒരുങ്ങി മാർപ്പാപ്പ. സന്ദർശനം സെപ്റ്റംബറിൽ. സുവിശേഷം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുക, നിശബ്ദതയിൽ പ്രാർത്ഥിക്കുക, നല്ല വാക്കുകൾ പറയുക. പെന്തക്കോസ്ത് ദിനത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഓർമ്മപ്പെടുത്തൽ. ഇനി വാർത്തകൾ വിശദമായി. മരിയൻ പ്രത്യക്ഷീകരണങ്ങൾ ഉൾപ്പെടെയുള്ള അത്ഭുത പ്രതിഭാസങ്ങളുടെ ആധികാരികതയെക്കുറിച്ചുള്ള പഠനത്തിന് പുതിയ മാർഗരേഖ പുറത്തിറക്കി വത്തിക്കാൻ. വിശ്വാസ കാര്യാലയ അധ്യക്ഷൻ കർദിനാൾ വിക്ടർ മാനുവൽ ഫെർണാണ്ടസ് ആണ് പ്രകൃത്യാതീതം എന്നറിയപ്പെടുന്ന സംഭവങ്ങൾ വിവേചിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ എന്ന രേഖ പ്രകാശനം ചെയ്തത്. മരിയൻ പ്രത്യക്ഷീകരണം പോലെയുള്ള അത്ഭുത പ്രതിഭാസങ്ങളെ വിവേചിച്ചറിയുന്നതിനായി നടത്തുന്ന പഠനങ്ങളിൽ പ്രാദേശിക ബിഷപ്പുമാരെടുക്കുന്ന തീരുമാനങ്ങൾ വിശ്വാസവുമായി ബന്ധപ്പെട്ട വത്തിക്കാൻ ഡിക്കാസ്ട്രിയുടെ അനുമതിയോടെ വേണമെന്ന് പുതിയ മാർഗരേഖയിൽ പറയുന്നു. പ്രത്യക്ഷീകരണങ്ങളെയോ അത്ഭുതങ്ങളെയോ കുറിച്ച് എന്തെങ്കിലും പ്രഖ്യാപനം നടത്താൻ രൂപതാ മെത്രാന് അധികാരമില്ല. അതേസമയം സംഭവത്തെക്കുറിച്ച് വിശകലനം ചെയ്ത ശേഷം അവിടെ ഭക്തകൃത്യങ്ങളോ മറ്റോ പ്രോത്സാഹിപ്പിക്കുവാൻ മെത്രാന് അധികാരമുണ്ടെന്നും രേഖ വ്യക്തമാക്കുന്നു. അത്ഭുതകരമായ ഒരു സംഭവം ഉണ്ടായാൽ രൂപതാ മെത്രാൻ അക്കാര്യം വിശദമായി പഠിച്ചതിനു ശേഷം വിശ്വാസ കാര്യാലയത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കണം. വിഷയത്തിൽ പഠനം നടത്താൻ ഒരു ദൈവശാസ്ത്രജ്ഞനും കാനൻ നിയമവിദഗ്ധനും ഉൾപ്പെടുന്ന സമിതിയെ നിയോഗിക്കണം. വസ്തുതകൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ ബിഷപ്പ് പഠനഫലങ്ങൾ ഡിക്കാസ്ട്രിയിലേക്ക് അയക്കണം. ലഭിച്ച വിവരങ്ങളും പിന്തുടരുന്ന നടപടിക്രമങ്ങളും ഡിക്കാസ്ട്രി വിശകലനം ചെയ്യും. വിശ്വാസ കാര്യാലയം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നതുവരെ അത്ഭുത പ്രതിഭാസത്തിന്റെ ആധികാരികതയോ അമാനുഷികതയോ കുറിച്ച് പൊതുപ്രഖ്യാപനം നടത്താൻ ബിഷപ്പുമാർക്ക് അവസരമുണ്ടായിരിക്കില്ല. അത്ഭുതം ഒന്നിലധികം രൂപതകളുടെ ഭാഗമാകുന്നുണ്ടെങ്കിൽ ഈ പ്രതിഭാസത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു ഇന്റർഡയസിൻ കമ്മീഷൻ രൂപീകരിക്കണമെന്നും രേഖയിൽ പറയുന്നു. യഥാർത്ഥ ദൈവവിശ്വാസം വളർത്താനും അത് അന്ധവിശ്വാസമായി അധപതിക്കാതിരിക്കാനും പുതിയ മാർഗനിർദ്ദേശങ്ങൾ ഉതകുമെന്ന് കർദിനാൾ വിക്ടർ മാനുവൽ ഫെർണാണ്ടസ് പറഞ്ഞു. നേരത്തെയും വിശ്വാസകാര്യങ്ങൾക്കായുള്ള ഡിക്കാസ്ട്രിയുടെ സേവനം ബിഷപ്പുമാർ പ്രയോജനപ്പെടുത്തിയിരുന്നുവെങ്കിലും കൂടുതൽ സുതാര്യമായ വിധത്തിൽ ഡിക്കാസ്ട്രി ബിഷപ്പിനെ സഹായിക്കണമെന്നാണ് പുതിയ മാർഗരേഖയിൽ നിഷ്കർഷിക്കുന്നത്. 2025 ജൂബിലി വർഷമായി പ്രഖ്യാപിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ. സ്വർഗാരോഹണ തിരുനാൾ ദിനത്തിൽ വത്തിക്കാൻ സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നടന്ന ചടങ്ങിലായിരുന്നു ഔദ്യോഗിക പ്രഖ്യാപനം. 2025 ജൂബിലി വർഷമായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ലേഖനം 4 പേപ്പൽ ബസിലിക്കകളുടെ ആർച്ച് പ്രീസ്റ്റുമാർക്കും ബിഷപ്പുമാരുടെ പ്രതിനിധികൾക്കും സുവിശേഷവൽക്കരണത്തിനായുള്ള ഡിക്കാസ്ട്രിയുടെ പ്രോ പ്രീഫെക്റ്റിനും പാപ്പ കൈമാറി. പ്രത്യാശ നിരാശരാക്കുന്നില്ല എന്ന തലക്കെട്ടിലുള്ള തിരുവഴുത്തിന്റെ പ്രധാന ഭാഗങ്ങൾ തിരുക്കർമ്മങ്ങൾക്ക് മുന്നോടിയായി വായിച്ചു. പ്രത്യാശ ഏവരുടെയും ഹൃദയങ്ങളിൽ നിറയട്ടെ എന്ന് പാപ്പ ജൂബിലിയുടെ ആരംഭം കുറിച്ചുകൊണ്ടുള്ള ലേഖനത്തിൽ എഴുതി. ഈ വർഷം ക്രിസ്മസ് തലേന്ന് സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ വിശുദ്ധ വാതിൽ തുറക്കുന്നതോടെ 2025 ജൂബിലി വർഷത്തിന്റെ തുടക്കമാകും. ജൂബിലി വർഷത്തിന്റെ പ്രധാന പ്രമേയമായ ദൈവകൃപയിലുള്ള പ്രത്യാശ പ്രഘോഷിക്കുന്നതിൽ ദൈവജനത്തെ പൂർണ്ണമായി പങ്കുചേർക്കുന്നതിന് വേണ്ട എല്ലാ പരിശ്രമവും ജൂബിലി വർഷത്തിൽ നടത്തണമെന്നും പാപ്പ ആഹ്വാനം ചെയ്തു. 2025 ഡിസംബർ 28 പ്രാദേശിക തലത്തിൽ ജൂബിലി വർഷം അവസാനിക്കും. 2026 ജനുവരി 6 യേശുവിന്റെ പ്രത്യക്ഷീകരണ ദിനത്തിൽ ഔദ്യോഗികമായി റോമിൽ ജൂബിലി സമാപിക്കും. ലോകമെമ്പാടുമുള്ള കുട്ടികളെ കാണാനും അവരുമായി സംവദിക്കാനുമായി ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ച ആദ്യ ലോക ശിശുദിനം മെയ് 25, 26 തീയതികളിൽ നടക്കും. ആഘോഷങ്ങൾക്ക് തിളക്കമേകാൻ ഇറ്റാലിയൻ നടൻ റോബർട്ടോ ബെനിഗ്നിയും ഫുട്ബോൾ താരം ജിയാൻ ലൂജി ബഫനും മാർപ്പാപ്പയ്ക്കൊപ്പം ചടങ്ങിൽ പങ്കെടുക്കും. ഇറ്റലിയെ 2006 ലോകകപ്പിൽ വിജയത്തിലെത്തിച്ച ഗോളി ബഫണിന്റെ നേതൃത്വത്തിൽ മെയ് 25 ശനിയാഴ്ച റോമിലെ ഒളിമ്പിക് സ്റ്റേഡിയത്തിൽ കുട്ടികളും ഫുട്ബോൾ കളിക്കാരും തമ്മിലുള്ള ഫുട്ബോൾ മത്സരവും നടക്കും. മെയ് 26 സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ദിവ്യബലി അർപ്പിക്കും. ഓസ്കാർ പുരസ്കാര ജേതാവും ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന ചിത്രത്തിലൂടെ പ്രശസ്തനുമായ ബെനിഗ്നി പ്രസംഗിക്കും. 100-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികൾ ലോക ശിശുദിന സമ്മേളനത്തിൽ പങ്കെടുക്കും. കഴിഞ്ഞ നവംബറിൽ മാർപ്പാപ്പ കുട്ടികൾക്കൊപ്പം ഒരു ദിവസം പങ്കിട്ടിരുന്നു. കുട്ടികളിൽ നിന്ന് പഠിക്കാമെന്ന പേരിൽ നടത്തിയ ഈ പരിപാടിയിൽ ലോകമെമ്പാടും നിന്നും 7500-ലധികം കുട്ടികളാണ് പങ്കെടുത്തത്. 9 വയസ്സുകാരൻ അലസാൻഡ്രയാണ് പാപ്പയ്ക്ക് മുമ്പിൽ ശിശുദിനം വേണമെന്ന ആശയം മുൻപോട്ട് വെച്ചത്.
ലോക യുവജനത്തോടനുബന്ധിച്ച് പാപ്പ നടത്തിയ പോഡ്കാസ്റ്റിലാണ് തന്നെ പോലെയുള്ള കുട്ടികൾക്കായും ഒരു ദിനം വേണമെന്ന ആശയം കുഞ്ഞ് അലക്സാൻഡ്രോ പാപ്പയോട് പങ്കുവച്ചത്. ആശയം നല്ലതാണെന്നും ശിശുക്കൾക്കായി ഒരു ദിവസം നീക്കിവെക്കാമെന്നും പാപ്പ അന്ന് വാഗ്ദാനം നൽകി. തുടർന്നാണ് മെയ് മാസത്തിൽ ശിശുദിനം സംഘടിപ്പിക്കാമെന്ന് പാപ്പ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. ബെൽജിയവും ലക്സംബർഗും സന്ദർശിക്കാൻ ഒരുങ്ങി ഫ്രാൻസിസ് മാർപ്പാപ്പ. സെപ്റ്റംബർ 26 മുതൽ 29 വരെയായിരിക്കും പാപ്പയുടെ സന്ദർശനം. ഇരു രാജ്യങ്ങളും സന്ദർശിക്കാനുള്ള അതാത് രാഷ്ട്രത്തലവന്മാരുടെയും സഭാധികാരികളുടെയും ക്ഷണം മാർപ്പാപ്പ സ്വീകരിച്ചതായി വത്തിക്കാൻ വ്യക്തമാക്കി. സെപ്റ്റംബർ 26 വ്യാഴാഴ്ച ലക്സംബർഗിൽ ഇറങ്ങുന്ന പാപ്പ 29 ഞായറാഴ്ച വരെയുള്ള സന്ദർശനത്തിനിടെ ബെൽജിയൻ നഗരങ്ങളായ ബ്രസൽസ്, ല്യൂവൻ ലാന്യൂവ് എന്നിവയും സന്ദർശിക്കും. 1425 സ്ഥാപിതമായ ല്യൂവൻ സർവകലാശാലയുടെ 600-ാം വാർഷികത്തോടനുബന്ധിച്ചാണ് മാർപ്പാപ്പ ഈ യാത്ര നടത്തുന്നത്. മാർപ്പാപ്പയുടെ സന്ദർശന പരിപാടികൾ പിന്നീട് പ്രസിദ്ധീകരിക്കും. ഇനി മാർപ്പാപ്പയുടെ ഞായറാഴ്ച സന്ദേശം. പരിശുദ്ധാത്മാവിന്റെ സ്വരം എത്രത്തോളം താല്പര്യത്തോടെ ശ്രവിക്കുന്നു എന്ന കാര്യം സ്വയം ചോദിക്കണമെന്ന ഓർമ്മപ്പെടുത്തലുമായി പെന്തക്കുസ്ത ദിനത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ എല്ലാ ദിവസവും സുവിശേഷ വചനങ്ങൾ ധ്യാനിക്കുന്നതും പ്രാർത്ഥനയിലൂടെ കർത്താവിനോടൊപ്പം ആയിരിക്കുന്നതും ഇതിന് നമ്മെ സഹായിക്കുമെന്നും പാപ്പ പറഞ്ഞു. സുവിശേഷത്തിൽ നിന്നുള്ള ഒരു ഭാഗം എല്ലാ ദിവസവും വായിച്ച് ആ വചനങ്ങളിൽ നമ്മെ തന്നെ പരിപോഷിപ്പിക്കുന്നത് പ്രാധാന്യമർഹിക്കുന്നതാണ്. ഇതിനായി കയ്യിൽ സൂക്ഷിക്കാവുന്ന വിധത്തിലുള്ള ഒരു സുവിശേഷം എപ്പോഴും കൂടെയുള്ളത് നല്ലതായിരിക്കുമെന്നും പാപ്പ അഭിപ്രായപ്പെട്ടു. കർത്താവിന്റെ വചനം ശ്രവിക്കുന്നതും ആരാധനയിൽ പങ്കെടുക്കുന്നതും വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്നതും പരിശുദ്ധാത്മാവിന്റെ സ്വരത്തിന് ഇടം നൽകാൻ നമ്മെ സഹായിക്കുന്ന കാര്യങ്ങളാണെന്ന് മാർപ്പാപ്പ പറഞ്ഞു. മറ്റുള്ളവരോട് നല്ല വാക്കുകൾ പറയുമ്പോൾ ആശ്വാസപ്രദമായ പരിശുദ്ധാത്മാവിന്റെ സൗമ്യമായ ശബ്ദത്തിന്റെ പ്രതിധ്വനിയായി നാം മാറുമെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. സുവിശേഷം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുക, നിശബ്ദതയിൽ പ്രാർത്ഥിക്കുക, നല്ല വാക്കുകൾ പറയുക എന്നിവയൊന്നും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളല്ലെന്നും നമുക്ക് എല്ലാവർക്കും അവ ചെയ്യാൻ കഴിയുമെന്നും പരിശുദ്ധ പിതാവ് കൂട്ടിച്ചേർത്തു. ഇതോടുകൂടി ഇന്നത്തെ വത്തിക്കാൻ നോട്ടീസ്യ ഇവിടെ അവസാനിക്കുന്നു. വത്തിക്കാൻ വിശേഷങ്ങളുമായി വത്തിക്കാൻ നോട്ടീസ്യ വീണ്ടും അടുത്തയാഴ്ച.